Next is a very important term which is connected with this rectification process, which is nothing but rectification efficiency. ഇത് ഒരു റെക്ടിഫയർ എത്രമാത്രം നല്ല രീതിയിൽ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയുടെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റെക്ടിഫയർ എത്രമാത്രം നല്ലതാണെന്നുള്ളത്. ആൻഡ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് DC power delivered to the load, or it is the output DC power delivered to the load to the AC input power it received. Rectification efficiency എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിൽ എത്രമാത്രം DC ഔട്ട്പുട്ട് പവർ ഉണ്ട് ഡിവൈഡഡ് ബൈ എത്രമാത്രം AC ഇൻപുട്ട് പവർ അവൻ റിസീവ് ചെയ്തു. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് PDC by PAC. DC output power divided by AC input power, which is appeared in the transformer secondary winding. അപ്പോൾ PDC by PAC ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ടെൽസ് us the what fraction of the AC input power is converted to DC input power. അവന് ലഭിച്ച AC ഇൻപുട്ട് പവറിൽ നിന്നും അവൻ എത്രമാത്രം DC ഇൻപുട്ട് പവർ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഫിഗർ നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകാം, ഇത് കൂടി വരുന്നതാണോ നല്ലത്, കുറഞ്ഞു വരുന്നതാണോ നല്ലത്. ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് ലാർജ്, വിച്ച് മീൻസ് ദ ഡിവൈസ് ഈസ് എ ഗുഡ് റെക്ടിഫയർ. കാരണം ആ സമയത്ത് ആര് കൂടും, PDC കൂടും. അപ്പോഴാണ് അവിടെ ലാർജ് നമ്പർ വരുന്നത്. ഈ നമ്പർ കുറവാണെങ്കിൽ, ഒന്നീന്നും കൂടിയാൽ നല്ലതാണ്, ഒന്നീന്ന് കുറവാണെങ്കിലോ AC ഇൻപുട്ട് പവർ ആണ് അവിടെ കൂടി നിൽക്കുന്നത്. വലിയ രീതിയിൽ അവിടെ ആരും വന്നിട്ടില്ല, DC ഇൻപുട്ട് പവർ കൺവേർട്ട് ചെയ്തില്ല. ഇൻ ദിസ് വേ വി ക്യാൻ ജഡ്ജ് വെദർ ദ റെക്ടിഫയർ ഈസ് ഗുഡ് ഓർ ബാഡ് ഫ്രം ദിസ് ടൈം റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. സോ ഹിയർ വി നീഡ് ടു ഡിറൈവ് വാട്ട് ഈസ് ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മൾ പഠിച്ച ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്താണ് എന്നത് നമുക്ക് നോക്കാം. ഓക്കെ, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കിട്ടാൻ ആദ്യം നമുക്ക് ആരെ കണ്ടുപിടിക്കണം, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് PDC, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് DC പവർ ഡെലിവേർഡ് ടു ദ ലോഡ് റെസിസ്റ്റൻസ് RL. അപ്പോൾ കറണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് DC പവർ ആയതുകൊണ്ട് തന്നെ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ DC കറണ്ട്. ആവറേജ് DC കറണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ആർക്ക് അക്രോസ് ആയിട്ടാണ് വരുന്നത്, RL അക്രോസ് ആയിട്ടാണ് വരുന്നത്. സോ ദ പവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്, PDC ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല IDC സ്ക്വയർ RL. അപ്പൊ നമുക്ക് PDC യെ നമുക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും, IDC സ്ക്വയർ RL എന്ന് പറയുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. വേർ IDC is the average DC current in the output waveform, RL is the load resistance. അപ്പോൾ നമുക്ക് ആദ്യം PDC കിട്ടാൻ ആരെ കണ്ടുപിടിക്കണം, we need to find out what is IDC. IDC ആവറേജ് DC കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. സോ ആവറേജ് DC കറണ്ട് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് DC കറണ്ട്. ആവറേജ് DC കറണ്ട് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് obtained by the area under the curve from 0 to 2π. 0 to 2π എന്ന് പറയുന്ന പീരീഡിന്റെ ഇടയ്ക്കുള്ള ആവറേജ് കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, DC കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ ആവറേജ് കറണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സം ദ കറണ്ട് ഫ്രം 0 to 2π ആൻഡ് ഡിവൈഡഡ് ബൈ ദി പീരീഡ്. സോ ആവറേജ് കറണ്ട് ഡ്യൂറിങ് എ പീരീഡ് ഈസ് കോൾഡ് DC കറണ്ട്. സോ ആവറേജ് DC കറണ്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ one way is getting the area under the curve from 0 to 2π. എന്ത് ചെയ്താൽ മതി, 0 to 2π എന്ന് പറയുന്ന ഏരിയ കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആവറേജ് DC കറണ്ട്. അപ്പോൾ ഏരിയ അണ്ടർ ദി കർവ് ഫ്രം 0 to 2π is nothing but the sum of the currents from 0 to 2π. ഒരുപാട് എല്ലാ പോയിന്റിലും കറണ്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല, വി നീഡ് ടു ഇന്റഗ്രേറ്റ്. അപ്പോൾ 0 to 2π വരെയുള്ള കറണ്ടിനെ സം ചെയ്യുക, പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ആവറേജ് DC കറണ്ട് IDC. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സം ചെയ്യണം ഫ്രം 0 to 2π. അപ്പോൾ സമ്മേഷന് വരെ നമ്മൾ ആരും ഉപയോഗിക്കുന്നു, ഇന്റഗ്രേഷൻ ഉപയോഗിക്കുന്നു. 0 to 2π ഏത് കറണ്ടിനെ ഇൻഫിനിറ്റിസിമലായിട്ട് നമ്മൾ കറണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. വി നോ ദി കറണ്ട് എക്സ്പ്രഷൻ I എന്ന് പറയുന്നത് Im
സൈൻ ഒമേഗ ടി ആണ് നമ്മുടെ എ സി വേവിന്റെ എക്സ്പ്രഷൻ. ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പം it will give you the total current, right? 0 to 2 pi I m sin omega t d omega t. അപ്പോൾ ഐ ഡി സി കിട്ടാൻ എന്ത് ചെയ്യണം? പക്ഷെ സം ചെയ്താൽ മാത്രം പോരാ, ഡിവൈഡഡ് ബൈ 2 പൈയും കൂടെ ചെയ്യണം. ഡിവൈഡഡ് ബൈ 2 പൈയും കൂടെ ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഐ ഡി സി എന്ന് പറഞ്ഞാൽ 1/2 പൈ ഇന്റഗ്രൽ 0 to 2 പൈ ഐ എം sin omega t d omega t. sin omega t d omega t. മനസ്സിലാക്കണം എന്താണ് ഈ ഇന്റഗ്രൽ പറയുന്നത്. ഇന്റഗ്രൽ പറയുന്നത് സം ഓഫ് ദി കറന്റ് ഫ്രം 0 to 2 പൈ. 2 പൈ ചെയ്തിരിക്കുന്നത് അതിന്റെ ആവറേജ് എടുക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ട് നത്തിങ് ബട്ട് ദി ആവറേജ് ഓഫ് ദ ടോട്ടൽ കറന്റ് ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഇറ്റ് വിൽ ഗീവ് യു ദി ഡി സി ആവറേജ് കറന്റ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് വേവ് ഫോമിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് എനി സിഗ്നൽ ഫ്രം പൈ ടു 2 പൈ. പൈക്കും 2 പൈക്കും ഇടയ്ക്ക് നമുക്ക് എന്തില്ല? കറണ്ട് ഒന്നും തന്നെ ലോഡ് റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്നില്ല. അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആണ് എപ്പോൾ? ഫ്രം പൈ ടു 2 പൈ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് മാറ്റാലോ. എങ്ങനെ മാറ്റാം? ഇറ്റ് ബിക്കംസ് 1/2 പൈ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ 0 to pi I m sin omega t d omega t പ്ലസ് pi to 2 pi I m sin omega t d omega t. അവിടെ നമുക്ക് pi to 2 pi I m എത്രയായിരിക്കും? 0 ആയിരിക്കും. അവിടെ കറണ്ട് ഇല്ല. നമുക്ക് ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? 1/2 pi 0 to pi, ഇമ്പോർട്ടന്റ് ആണ്, 0 to pi I m sin omega t d omega. മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം നമ്മളൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ഹാഫ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ പൈ ടു 2 പൈ നമുക്ക് കറണ്ട് 0 ആയതുകൊണ്ട് നമ്മൾ ആരെ മാത്രം സമ്മിൽ കൺസിഡർ ചെയ്താൽ മതി? 0 to pi I m sin omega t d omega t മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നൗ യു നീഡ് ടു ഇന്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചെയ്ത് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ആൻസർ. ഈ രീതിയിൽ കിട്ടിക്കാണണം. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ഫ്രം 0 to പൈ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മൈനസ് വെളിയിലെടുക്കുന്നു. കോസ് പൈ -1, കോസ് 0 -1, -1 -2, 2 cancel, minus of minus positive, so you will get Im by pi. So this is the value of IDC in a half wave rectifier. It is Im by pi. ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? We can find out what is PDC. PDC നമുക്ക് കണ്ടുപിടിക്കാം. What is PDC? It is IDC square into RL. IDC നമുക്ക് എന്തായിട്ട് കിട്ടി? Im by pi ആയിട്ട് കിട്ടി. So PDC is nothing but Im by pi the whole square into RL. Im by pi the whole square into RL. So in this way we calculated PDC. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നെക്സ്റ്റ് PAC കണ്ടുപിടിക്കണം. ഒരിക്കൽ കൂടെ PDC കിട്ടാൻ നമ്മൾ ആദ്യം ഫോർമുല എഴുതി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് we need to find out IDC, it is the average DC current, and we find out what is IDC here. We got Im by pi, തിരിച്ചതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Next we have to find out what is PAC, AC input power delivered to the load. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. Next we have to find out what is PAC. This is very important. PAC എന്ന് പറഞ്ഞാൽ AC ഇൻപുട്ട് പവർ അപ്പിയർഡ് അറ്റ് ദ സെക്കൻഡറി, അല്ലെങ്കിൽ അവന് കിട്ടിയ AC ഇൻപുട്ട് പവർ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതിനുവേണ്ടി നമ്മളൊരു AC വേവ് വരച്ചാൽ യു ക്യാൻ സീ ദ AC വേവ്. നമ്മൾ സാധാരണഗതിയിൽ AC വോൾട്ടേജ് എന്ത് പറഞ്ഞാലും, ഇപ്പൊ നമ്മുടെ വീട്ടിൽ 230 വോൾട്ട് AC വരുന്നു എന്ന് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ദി പീക്ക് വോൾട്ടേജ്, ഇറ്റ് ഈസ് നോട്ട് ദി ആവറേജ് വോൾട്ടേജ്. കാരണം ഒരു AC-യുടെ പീക്ക് വോൾട്ടേജ് എടുത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സമയം വോൾട്ടേജ് മാറുന്നുണ്ട്. അവന് ഓരോ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ് അവനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലബോറട്ടറിയിൽ നിങ്ങൾ ഒരു മീൻ വാല്യൂ ഉപയോഗിക്കും.
ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വന്നാൽ നമ്മൾ കുറേ വാല്യൂസ് കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു മീൻ വാല്യൂ എടുക്കും. പക്ഷെ ആ ഒരു മീൻ വാല്യൂ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ ഒരെണ്ണം പോസിറ്റീവിൽ നിൽക്കും, അടുത്തത് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. സോ ഇഫ് യു ടേക്ക് ദ സം ഇറ്റ് ബിക്കം 0. അതുകൊണ്ട് തന്നെ മീനിനെ നമുക്ക് ആരുടെ കേസിൽ പറയാൻ പറ്റത്തില്ല? എ സി സിഗ്നലിന്റെ കേസിൽ പറയാൻ പറ്റത്തില്ല. അപ്പം എ സി സിഗ്നലിന്റെ കേസിൽ സാധാരണ ഒരു ആവറേജ് നമ്മൾ പറയുന്നത് എപ്പോഴും ഹാഫ് സൈക്കിളിനെ വെച്ചേ പറയത്തുള്ളൂ. ഫുൾ സൈക്കിൾ ആവറേജ് നമ്മൾ ആരുടെ കേസിൽ പറയത്തില്ല? എ സി സിഗ്നലിന്റെ കേസിൽ പറയത്തില്ല. കാരണം ഇതാണ്, ഒരു ഹാഫിൽ പോസിറ്റീവ് മറ്റേ ഹാഫിൽ നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ മീൻ എടുത്തു കഴിഞ്ഞാൽ 0യിലേക്ക് പോകും. അപ്പോൾ ഏത് രീതിയിൽ നമുക്കപ്പോൾ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ വേണം, എത്ര ആയിരിക്കും എ സി വോൾട്ടേജ് എന്നുള്ളത്. അങ്ങനെ മീൻ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു ടേമാണ് RMS വാല്യൂ. ഇത് എ സിക്ക് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഒരുപാട് വേരിയേഷൻസ് വരുന്ന എല്ലാ ക്വാണ്ടിറ്റിയുടെയും ബെസ്റ്റ് acceptable value is RMS value, which is called root mean square value. Root mean square value. RMS value എ സിക്ക് ആയാലും വേറെ ഏതൊരു ക്വാണ്ടിറ്റിയിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ RMS value എടുക്കേണ്ടത് ഫസ്റ്റ് ടേക്ക് ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ വാല്യൂ. ഇപ്പോൾ 3 വാല്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് അരിത്തമാറ്റിക് മീൻ ഓഫ് ദ സ്ക്വയേഴ്സ്. S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ പ്ലസ് S3 സ്ക്വയർ. 3 ടേം ഉണ്ട്, S1 S2 S3. അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ സ്ക്വയേഴ്സിന്റെ മീൻ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ പ്ലസ് S3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. സോ യു ഗോട്ട് അരിത്തമാറ്റിക് മീൻ of the squares of the value. Then take the square root. Then take the square. ഇതിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ വാല്യൂ. ഈ സ്ക്വയർ അവിടെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് മാറ്റാൻ പറ്റും. സ്ക്വയർ എടുക്കുമ്പോൾ എല്ലാ നെഗറ്റീവും എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വിച്ച് ഇസ് ദ ബെസ്റ്റ് അക്സെപ്റ്റബിൾ വാല്യൂ, ട്രൂ വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് RMS വാല്യൂ. അപ്പോൾ എ സി സിഗ്നലിന്റെ നമ്മൾ എന്താണ് എടുക്കുന്നത്? RMS വാല്യൂ ആണ് എടുക്കുന്നത്. കാരണം അതിന്റെ ഫ്ലക്ച്വേഷൻസ് പോസിറ്റീവിലും നെഗറ്റീവിലും കിടക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ വീട്ടിൽ 230 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? VRMS ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഈ ചാപ്റ്ററിൽ എവിടെയൊക്കെ എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാലും യു ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് VRMS, നോട്ട് VM, പീക്ക് വോൾട്ടേജ് അല്ല, നോട്ട് ദി എന്താണ് ആവറേജ് വാല്യൂ അല്ല, മീൻ വാല്യൂ അല്ല, ഇറ്റ് ഈസ് ദി RMS വാല്യൂ. അപ്പോൾ എ സി വോൾട്ടേജ് എവിടെ പറഞ്ഞാലും അതെന്താണ്? RMS വാല്യൂ ആണെന്ന് അർത്ഥം. ഇറ്റ് ഈസ് VRMS, അല്ലെങ്കിൽ അത് VM അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയും നമുക്ക് ആരെ കണ്ടുപിടിക്കണം? PAC കണ്ടുപിടിക്കാൻ വി നീഡ് എ കറന്റ്, സ്ക്വയർ ഓഫ് ദി കറന്റ്. നേരത്തെ PDCക്ക് നമ്മൾ ആരെ ഉപയോഗിച്ചു? IDC ഉപയോഗിച്ചു. അതുപോലെ PAC നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ IAC എന്ന് പറയുന്ന കോൺസെപ്റ്റ് തരുന്ന വാല്യൂ ആണ് ആരാ? IRMS. So the formula is IRMS square into what? RL ആണോ? നേരത്തെ RL കൂടി മാത്രമേ ഒഴുകിയിട്ടുള്ളൂ. പക്ഷെ AC ഇൻപുട്ട് RL കൂടിയൊക്കെ ഒഴുകുന്നുണ്ട്, ഡയോഡിൽ കൂടി ഒഴുകുന്നുണ്ട്, ലോ റെസിസ്റ്ററിലും കൂടി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ we need to consider the total resistance. ഡയോഡ് ഫോർവേഡ് ബയാസ് മോഡിൽ വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് വളരെ വെരി ലോ ആണെങ്കിലും അങ്ങനത്തെ വെരി ലോ റെസിസ്റ്റൻസ് ആർക്കുണ്ട്? ഡയോഡിനുണ്ട്. And we can take it as RF, where RF is the forward resistance of the diode, which is very small. So this is the final expression of what? PAC, IRMS square into RL plus RF. എന്തുകൊണ്ടാണ് RL plus RF വന്നെന്ന് മനസ്സിലായല്ലോ? ടോട്ടൽ റെസിസ്റ്റൻസ് വേണം അവിടെ കൺസിഡർ ചെയ്യാൻ. AC ആരിൽ കൂടെയൊക്കെ ഒഴുകുന്നുണ്ട്, ഡയോഡിൽ കൂടി ഒഴുകുന്നുണ്ട്, RLലും കൂടി ഒഴുകുന്നുണ്ട്. കാരണം മൊത്തം ACയും എന്തായിട്ടില്ല, അവിടെ മാറിയിട്ടില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. സോ ഇറ്റ് ഈസ് IRMS സ്ക്വയർ ഇൻറ്റു RL പ്ലസ് RF. നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? IRMSനെ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി IRMS വാല്യൂ. എന്ത് ചെയ്യണം? ആദ്യം കറണ്ടുകളുടെ സ്ക്വയേഴ്സിന്റെ സം എടുക്കണം. നമുക്ക് കറണ്ട് എക്സ്പ്രഷൻ അറിയാം, എന്താണ്? IM sin omega t ആണ്. അപ്പോൾ IM sin omega t യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ IM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ. ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഇന്റഗ്രേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. IM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി എടുക്കുമ്പം
യു ആർ ടേക്കിംഗ് ദി സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി കറണ്ട്. പക്ഷേ ഇത് മുതൽ ഇതുവരെ സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0 to 2π ആണ് എഴുതേണ്ടത്. ഓവർ ദ ഫുൾ സൈക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 0 to 2π ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി കറണ്ട് ഓവർ ഫുൾ സൈക്കിൾ. പക്ഷെ ഇവിടുത്തെ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നു. ഹാഫ് വേവ് റെക്ടിഫയറിന് എ സിയുടെ പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ. ആ പകുതിയാണ് അവൻ എന്ത് ചെയ്തു പോയത്, റെക്ടിഫൈ ചെയ്ത് കളഞ്ഞത് അല്ലേ? കാരണം ഒരു ഡയോഡെ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ പകുതി സിഗ്നൽ മാത്രമേ ആ സെക്കൻഡറിയിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വന്ന പകുതി സിഗ്നൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന്റെ റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൺസിഡറേഷൻ ഇവിടെ കൊടുക്കുന്നു. വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ ഇന്റർവെൽ ഫ്രം 0 to π. യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ് കൊടുക്കേണ്ടത്, 0 to 2π തന്നെയാണ് കൊടുക്കേണ്ടത്. വി ആർ ടേക്കിംഗ് എ കൺസിഡറേഷൻ. കാരണം അവൻ പകുതി സൈക്കിളിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. അവന് രണ്ടാമത്തെ സൈക്കിൾ കിട്ടുന്നില്ല, അത് ഡിസിപ്പേറ്റ് ആയി പോവുകയാണ്. അപ്പോൾ ആ 0 to π ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുക്കുന്നത്. സോ ഓവർ ദ ഫുൾ സൈക്കിൾ അല്ല നമ്മൾ എടുത്തത്, ഹാഫ് സൈക്കിളാണ് എടുത്തത്. കാരണം അവന് പകുതി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട് ദി സ്ക്വയേഴ്സ് ഓഫ് ദ കറണ്ട് കിട്ടി. മതിയോ? വി നീഡ് ടു ടേക്ക് ദ മീൻ. മീൻ ചെയ്യാൻ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് 1/, മീൻ എടുക്കുമ്പോൾ ഓവർ ദ ഫുൾ പീരീഡ്, നമുക്ക് ഓവർ ദ ഫുൾ പീരീഡ് 1/2π. മനസ്സിലായല്ലോ? ഓവർ ദ ഫുൾ പീരീഡ് നമ്മൾ എടുത്തപ്പോൾ സമ്മ് നമുക്ക് എതുവരെ ഉള്ളൂ, ആ സമ്മ് നമ്മൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ബാക്കി പകുതി അവിടെ ഡിസിപ്പേറ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് 1/2π ഇന്റഗ്രൽ 0 to π im സ്ക്വയർ sin സ്ക്വയർ ωt dωt. ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, അരിത്തമാറ്റിക് മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ കറണ്ട് കിട്ടി. മതിയോ RMSന്? അല്ല, സ്ക്വയർ റൂട്ട് എടുക്കണം. അതായത് the whole raised to 1/2. Now it can be regarded as the RMS value. Arithmetic mean of the squares of the current. Square root of arithmetic mean of squares of the current. So 1/2π integral im square sin square ωt dωt the whole raised to 1/2. Important ആണ്, whole raised to 1/2 ഉണ്ട്. ഇത് ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഈക്വൽ ടു, ഇവിടെ ഏതാ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, im സ്ക്വയർ is constant, so it becomes im square by 2π the whole raised to 1/2. im square by 2π the whole raised to 1/2 integral 0 to π sin square omega t dωt. sin square omega t dωt. sin square omega t നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. it becomes 1 minus cos 2 omega t by 2. അതിനെന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു നോക്കുക. എഴുതി നോക്കേ, ഈ രീതിയിൽ വന്നു കാണും. ഹാഫ് ഒമേഗ ടി വിത്തിൻ ലിമിറ്റ് 0 to π മൈനസ് കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, sin 2 omega t by 2 വിത്തിൻ ലിമിറ്റ് 0 to π. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നിങ്ങൾ ഇവിടെ കൊടുക്കുക. എന്ത് വരും, ഈക്വൽ ടു, എഴുതി നോക്കേ, ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ നിങ്ങൾക്ക് കാണാം im സ്ക്വയർ ബൈ 2π ദ ഹോൾ റൈസ് ടു 1/2. ഇവിടെ π/2 വന്നു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു, മൈനസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒമേഗ ടിക്ക് പൈ കൊടുത്ത sin 2π t 0 കൊടുത്താലും 0. സോ ഇറ്റ് ഈസ് π/2 മൈനസ് 0 ദ ഹോൾ റൈസ് ടു 1/2. ഇവിടെ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിലൊക്കെ വീഡിയോയിൽ ഞാൻ ഈ ഹോൾ റൈസ് ടു 1/2 ഇവിടെ ഇടാൻ മറന്നു. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ കോൺസ്റ്റന്റ് എടുത്തപ്പോഴും we have the whole raised to 1/2 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഒരു സ്കിപ്പ് ചെയ്തു പോയി ഞാൻ, സോറി. ഒരു 1/2 ഇവിടെ ഉണ്ട്, ഇന്റഗ്രൽ കഴിഞ്ഞിട്ട് ഒരു 1/2 ഉണ്ട്. ആ 1/2 അവിടെ വരും. സോ ദാറ്റ് im സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഇറ്റ് ഈസ് im 1/2π the whole raised to 1/2 into π/2 the whole raised to 1/2. പൈ റൂട്ട് പൈയും ക്യാൻസൽ ചെയ്യും. സോ ദാറ്റ് you will get im/2. So this is the expression for IRMS. So in half wave rectifier the value of IRMS is im/2. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി, DCയും കിട്ടി ACയും കിട്ടി. നമ്മൾ അതൊന്ന് എഴുതുക, വാട്ട് ഈസ് IDC ആൻഡ് വാട്ട് ഈസ് IRMS. അപ്പോൾ ഈ ഉള്ളതൊന്ന് നോക്കുക, എളുപ്പമാണ്.
ആർ എം എസ് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. സ്ക്വയർ ഓഫ് അരിത്തമാറ്റിക് മീൻ സ്ക്വയർ റൂട്ട്. ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, സൈൻ സ്ക്വയറിനെ ഒന്ന് മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് വി അറൈവ്ഡ് അറ്റ് ദി ഫൈനൽ ആൻസർ IM/2. അപ്പോൾ IDC നമുക്ക് IM/π ആണ്. അവിടെ നിന്ന് നമ്മൾ PDC കിട്ടി. IM/π ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RL. IRMS നമ്മളിപ്പം പ്രൂവ് ചെയ്തെടുത്തു. ഇറ്റ് ഈസ് IM/2. So we find out what is PAC. It is nothing but IRMS square into RF plus RL. IRMS നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, IM/2. So it is IM/2 the whole square into RF plus RL. അപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി? PDCയും കിട്ടി, PACയും കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്. Our objective is to find out the rectification efficiency. Nothing but take the ratio of PDC and PAC. PDC ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PAC ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റേഷ്യോ എടുക്കുക. അപ്പോൾ ഈറ്റ ഈക്വൽ ടു എന്ത് വരും? വാട്ട് ഈസ് PDC? നമുക്ക് കിട്ടി IM/π the whole square into RL divided by PAC എന്താണ്? IM/2 the whole square into RF plus RL. ഈ RF എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. IM/2 the whole square into RF plus RL. ഇവിടെ എന്താ സംഭവിക്കുന്നത്? IM സ്ക്വയർ ക്യാൻസൽ ചെയ്യും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ IM സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉള്ള ആൾക്കാർ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 4 ഉണ്ട്, അത് എന്തിലേക്ക് വരും? ന്യൂമറേറ്ററിലേക്ക് വരും. സോ ദാറ്റ് ബിക്കം 4/π സ്ക്വയർ. ഈ പൈ സ്ക്വയർ അവിടെ വരും. ദാറ്റ് RL/RF plus R. 4/π സ്ക്വയർ ഇൻറ്റു RL/RF plus RL. ഇവിടെ 4/π സ്ക്വയർ നിങ്ങൾ ചെയ്താൽ 4/3.14 the whole square ചെയ്താൽ you will get 0.406. നിങ്ങൾക്ക് കിട്ടുന്നത് 0.406 ആണ് കിട്ടുന്നത്. RL/RF plus RL ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക? RL കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you will get 1/1 plus RF/RL. So this is the final answer. The rectification efficiency of a half wave rectifier is 0.406 1/RF plus 1/1 plus RF/RL. നമ്മൾ ആരെയും കൂടെ കൺസിഡർ ചെയ്യണം, ഡയോഡിന്റെ റെസിസ്റ്റൻസിനും കൂടെ കൺസിഡർ ചെയ്യണം. So this is the final expression. But here we are assuming a condition. We are taking an ideal diode. നമ്മൾ എല്ലായിടത്തും ഒരു ഐഡിയൽ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യും. ഐഡിയൽ കണ്ടീഷൻ ഇവിടെ എടുക്കുന്നത് ഫോർ an ideal diode the forward resistance is 0. നമ്മൾ ഐഡിയൽ ഡയോഡിന് എന്താ ചെയ്യുന്നത്? ഫോർവേഡ് റെസിസ്റ്റൻസ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതെന്തായി പോകും? 0 ആയി പോകും. You saw that you will get approximately what? 0.406. Approximately you will get 0.406. So this is the rectification efficiency of a half wave rectifier. ഇത് എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ we will represent this as in percentage. നമ്മൾ എന്തിലായിരിക്കും എഴുതുന്നത്? പെർസെന്റേജിലായിരിക്കും എഴുതുന്നത്, which is nothing but 40.6%. So this is the rectification efficiency of a half wave rectifier which is well below 50%. 50% പോലും ഏതിനില്ല? rectification efficiency ഇല്ല. So in terms of diode resistance, this is the formula. നമ്മൾ അവിടെ ഒരു ഐഡിയൽ കണ്ടീഷൻ എടുത്ത് എന്തായിട്ട് എഴുതി? Roughly it is 40.6% or it is 0.406. Since the value is very low, which means it is not a good rectifier, or the rectification performance of a half wave rectifier is very poor. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെക്ടിഫയറിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ 50% പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി പൂർ ആണ്. കമന്റ് എന്താണ്? കിട്ടിയ AC-യുടെ പകുതി പോലും ഇവൻ എന്ത് ചെയ്തിട്ടില്ല? റെക്ടിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ആദ്യമേ ഒരു കണ്ടീഷൻ എടുത്തായിരുന്നു, പകുതിയാണ് നമ്മൾ ഇൻപുട്ട് പവർ എടുത്തത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഇൻപുട്ട് പവർ എടുത്താൽ ഇതിൽ നിന്നും താഴെ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പോലും നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 50-ന് താഴെ ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മേജർ പാർട്ട് ഓഫ് ദി AC is not converted into DC voltage. അപ്പം the rectification efficiency is poor. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഈ ഫോർമുല എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. What is the value of IDC? It is IM/π. What is the value of IRMS? IM/2. And this is the formula for rectification efficiency. ഇത് RF തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ you can write it as 40.6% for half wave rectifier.
അപ്പോൾ ഐ എം നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ മാക്സിമം കറണ്ട്. അപ്പോൾ ഇതൊരു കറണ്ടിന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഐ എം എന്ന് പറയുന്ന ആണ്. സാധാരണഗതിയിൽ നമുക്ക് വോൾട്ടേജ് ആയിരിക്കും തരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് മാക്സിമം കറണ്ട്, ചിലപ്പം ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് ആയിരിക്കും, മാക്സിമം വോൾട്ടേജ് ഓഫ് ദ എ സി സിഗ്നൽ ആയിരിക്കും തരുന്നത്. നിങ്ങൾ അവിടെ നിന്നും എങ്ങനെ ഐ എം കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഐ എം? നിങ്ങൾക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ ചോദിച്ചാൽ ഇറ്റ് ഈസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം കറണ്ട് കിട്ടണമെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ഇസ് ദ മാക്സിമം വോൾട്ടേജ്, വി എം ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. എന്ത് കൊടുക്കണം? ടോട്ടൽ റെസിസ്റ്റൻസ് കൊടുക്കണം. കാരണം നിങ്ങളുടെ ടോട്ടൽ കറണ്ട് ആരിൽ കൂടിയൊക്കെ ഒഴുകും? ഡയോഡിൽ കൂടിയും RL കൂടിയും ഒഴുകും. ഡയോഡിൽ കൂടിയും RL കൂടിയും ഒഴുകുന്നത് കൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് RF പ്ലസ് RL. ഇത് നമ്മുടെ പ്രോബ്ലത്തിന് ഉപയോഗിക്കേണ്ടി വരും. മാക്സിമം കറണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫ്രം മാക്സിമം വോൾട്ടേജ് ഫ്രം വി എം ബൈ RF പ്ലസ് RL ആയിരിക്കും മാക്സിമം കറണ്ട്. സോ ഇത്രയേ ഉള്ളൂ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഹാഫ് വേവ് റെക്ടിഫയർ പഠിച്ചു, ഈ സെഷനിൽ നമ്മൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും പഠിച്ചു. ഇത് നല്ല രീതിയിൽ സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്ത് നോക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്എക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. താങ്ക് യു.